കീം 2025 റാങ്ക് ലിസ്റ്റ് റീപബ്ലിഷ് ചെയ്യുമെന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, റാങ്ക് ലിസ്റ്റ് റീപബ്ലിഷ് ചെയ്യുമോ ഇല്ലയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കോടതിയിൽ കേസുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ഒരു എവിഡൻസും ഇല്ല. എനിക്ക് കേസ് കൊടുത്തതിൻ്റെ പേരിൽ കൂടുതലായിട്ട് ഒരു ഡീറ്റെയിൽസ് ഇല്ല. പേപ്പറിൽ കണ്ട ന്യൂസ് കൃത്യമാണോ കൃത്യമല്ലെന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം അതിൽ അവർക്ക് തോന്നിയതുപോലെ ഒരു പലതും പറയും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ ട്രസ്റ്റ് ചെയ്ത് എന്തെങ്കിലും കൃത്യമായ സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യണം. അതിന് ഞാനൊരു കാര്യം പറയാം. ഈ 2021 കീം 2021 ഏകദേശം ഇത് കൃത്യമായി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സ്റ്റേറ്റുകാർക്ക് 44 മാർക്ക് കുറച്ചു. അന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകാരുടെ എക്സാംസ് ഭയങ്കര ഈസി ആയിരുന്നു ഫോക്കസ് ചെയ്ത് വെച്ചിട്ട്. CBSEക്കാർക്കാണ് അന്ന് എക്സാം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആരെടുത്താണ് മിസ്റ്റേക്ക്? ആരെടുത്തും മിസ്റ്റേക്ക്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് +2 മാർക്ക് കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് എൻട്രൻസിൻ്റെ ലെവലിലേക്ക് മാറ്റുക. എൻട്രൻസിന് എക്സാം നടത്തുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് എൻട്രൻസ് എക്സാമും ഉണ്ട്, +2 മാർക്ക് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതിന് ഒരുപാട് പേർക്ക് ഇപ്പോൾ വീണ്ടും എതിർപ്പുണ്ടാവും. നമ്മൾ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ആയിട്ട് നടക്കില്ല. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, നമുക്കറിയാം എല്ലാവർക്കും IIT NITs ഒന്നും കിട്ടില്ല എന്ന്. അത് വളരെ ജെന്യൂനായിട്ട് തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കൂടുതലും കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കേരള എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകളാണ്. അപ്പോൾ അർഹതപ്പെട്ട കുട്ടികൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അർഹതപ്പെട്ട സ്ഥലത്ത് എത്തിയിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വർഷത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല ഉണ്ടായിരുന്നു, അത് മാറ്റിക്കളഞ്ഞു. ഓക്കെ, പ്രോസ്പെക്ടസിലെ ഫോർമുല മാറ്റിക്കളഞ്ഞു. അപ്പോൾ അത് വേറൊരു പ്രശ്നമായി, CBSEക്കാർക്ക് പ്രശ്നമായി, ഇതിന് മുന്നേ സ്റ്റേറ്റുകാർക്ക് പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല റൂൾ എന്താണ്? നമ്മുടെ ഈ കേരള എഞ്ചിനീയറിംഗ് എക്സാം നടത്തുക. എല്ലാന്നുണ്ടെങ്കിൽ ആ എക്സാം നടത്തുന്നത്. എല്ലാന്നും പിന്നെ നമ്മൾ എക്സാം നടത്തുന്നു, മാർക്ക് എടുക്കുന്നു, വീണ്ടും ഒരു കോൺട്രവേഴ്സി വന്നു, കുട്ടികളെ വിഷമത്തിലോട്ടാക്കുന്നു, കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തവന് വിചാരിച്ച പോലെ കിട്ടുന്നില്ല, വിചാരിക്കാത്തവർക്ക് ഗോൾഡൻ ചാൻസ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ കീമിൻ്റെ മാർക്ക് മാത്രം കൺസിഡർ ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. അപ്പോൾ നമ്മൾ അതിന് തയ്യാറാവണം. അപ്പോൾ നിങ്ങൾ പറയരുത് +2 പിന്നെ എന്തിനാണ് പഠിക്കുന്നത്? +2 മാർക്ക് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയട്ടെ. അതിൻ്റെ മുന്നേ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങൾ സീരിയസ് ആയിട്ട് എഞ്ചിനീയറിംഗ് ആണ് ഇനി മുന്നോട്ട് എടുത്ത് പോകാൻ പോകുന്ന കോഴ്സ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ വെബിനാർ കിട്ടുന്നുണ്ട്. എന്തിൻ്റെ ഏത് ബ്രാഞ്ച് എടുക്കണമെന്ന് സംശയമുള്ളവർക്ക് ഫ്രീ ആയിട്ട് വെബിനാർ, കംപ്ലീറ്റ് വെബിനാർ, ഏതൊക്കെ ബ്രാഞ്ച് കൃത്യമായിട്ട് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, അത് ഹൈലി ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് പ്രൊഫസേഴ്സ്. ഇറ്റ്സ് പ്രൊവൈഡഡ് ബൈ കേരളാസ് #1 എഞ്ചിനീയറിംഗ് എഡ്ടെക് പ്ലാറ്റ്ഫോം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന് വക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വെബിനാർ ഉണ്ട്. എന്തിനെക്കുറിച്ച്, ഏത് ബ്രാഞ്ച് എടുക്കുന്നുള്ള. അതേപോലെ നിങ്ങൾക്ക് അടുത്ത കാര്യം പ്രീ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ്, എഞ്ചിനീയറിംഗ് ബേസിക്സ് മുതൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്. പലർക്കും പല ഡൗട്ട്. അപ്പോൾ അവരുടെ ചാനൽ ഫ്രീ ആയിട്ട് ബേസിക്സ്, പ്രീ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് എന്ന് പറയും. എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് മുന്നേ ആവശ്യമുള്ള ബേസിക്സ് കൃത്യമായിട്ട് കിട്ടും. ഒരു നോട്ട് ഉണ്ടാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, ബേസിക്സ് വരെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക്, ഒരുപാട് കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് പോകുന്നുണ്ട്. ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് +2 മാർക്ക്. അപ്പോൾ എപ്പോഴും അഡ്വാൻറ്റേജ് ആർക്കാണ്? സ്റ്റേറ്റുകാർക്കാണ്. CBSEക്കാർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവലില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണ്, സ്റ്റേറ്റുകാർക്ക് ഒരുപാട് മാർക്ക് കൂടുതലാണ്. അപ്പോൾ ഡിഗ്രിക്കൊക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ CBSEക്കാർക്ക് എന്തായാലും ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ കുറച്ച് ടഫ് തന്നെയാണ്. സത്യമായിട്ട് ഇറ്റ്സ് എ റിയാലിറ്റി, നമ്മൾ മനസ്സിലാക്കണത്. സ്റ്റേറ്റുകാരുടെ എക്സാം എളുപ്പമാണോ, CBSEക്കാരുടെ എക്സാമുകൾ ടഫാണെന്നോ അല്ല ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഓരോ സിലബസിന് അതിൻ്റെതായ ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മാർക്ക് എൻട്രൻസിന് ഒരു വേറെ പരീക്ഷ നടത്തിയിട്ട് ഇതും കൂടി അടയുമ്പോൾ കീമിന് വലിയ കോൺട്രവേഴ്സിയാണ്. അപ്പം +2 മാർക്ക് എടുക്കാത്ത രീതിയിലോട്ട് വരും വർഷങ്ങളിൽ പോകണം. ഈ വർഷത്തത് എനിക്ക് എന്താവുന്ന ഒരു ഉറപ്പുമില്ല. ഓക്കെ, വരും വർഷങ്ങളെങ്കിലും അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എല്ലാം സ്മൂത്തായിരിക്കും. കൂടുതൽ ടെൻഷനില്ല, കൂടുതൽ പ്രശ്നങ്ങളില്ല. റിസൾട്ട് നേരത്തെ വരും, അഡ്മിഷൻ നേരത്തെ എടുക്കാം. ഡിഗ്രിക്ക് പോകണം, ഡിഗ്രിക്ക് പോകാം. നീറ്റിന് പോകണം, നീറ്റിന് പോകാം. ജെയ്ക്ക് പോകണം, ജെയിന് പോകാം. കീമിന് പോകേണ്ടവന് കീമിന് പോകാം. അപ്പോൾ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. റാങ്ക് ലിസ്റ്റ് വരുമോ മാറ്റോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ പേഴ്സണലി അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ ചെയ്ത് എല്ലാവർക്കും ഇതിൻ്റെ ഫാക്ട് മനസ്സിലാവുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്, ഇതുപോലെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.